But moment. In moment we already real life use them, but we don't know its name is moment or not. And moment okay. In first class what are the effects of force? One body force apply effect okay. Force apply body forward movement, backward movement, upward downward movement. അതേപോലത്തെ ഒരു മൂവ്മെന്റ് ആണ് rotation of the body or turning of the body. That is also one effect, one kind of effect on a body. So ഒരു force കാരണം ഒരു body ഉണ്ടാകുന്ന effect will be there are different types of effect. It may be linear movement, or it may increase the velocity, or it may decrease the velocity, or it may stop a running object. അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഫക്റ്റ് നമുക്ക് ഒരു ബോഡിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റിൽ വരുന്ന ഒരെണ്ണമാണ് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എഫക്റ്റിൽ വരുന്നതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ മൊമെന്റ് എവിടെയാണ് അപ്ലൈ ചെയ്യുക? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൽ ബി അപ്ലൈ ഇൻ അവർ ഡോർസ് ആൻഡ് വിൻഡോ. നമ്മൾ വീട്ടിലെ ഡോറോ വിൻഡോ അതൊക്കെ നമ്മൾ മൊമെന്റ് അപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. നമുക്കൊരു വിൻഡോ, ഒരു ഓപ്പൺ ആയി കിടക്കുന്ന വിൻഡോ ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ വിൻഡോന്റെ ജോയിൻ ചെയ്തിരിക്കുന്ന വിൻഡോനെ എവിടെയാണോ വിൻഡോ ആ വാളിനായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന പോർഷനിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യാനാണ് എളുപ്പം. ആ വിൻഡോന്റെ ലാസ്റ്റ് എൻഡിൽ പിടിച്ചിട്ട് ക്ലോസ് ചെയ്യാനാണ് എളുപ്പം. അങ്ങനെ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഒരു ഡോർ, ഒരു വലിയൊരു ഡോർ, അല്ലെങ്കിൽ ഒരു വലിയ നിങ്ങളുടെ വീട്ടിലെ ഒരു ഗേറ്റ് ഒരു ഹിഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ഓപ്പണും ക്ലോസും ചെയ്യണ പോലത്തെ ഒരു ഗേറ്റ്. ആ ഗേറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗേറ്റിന്റെ ഫിക്സ് ചെയ്ത പോയിന്റ് തൊട്ടടുത്ത് പിടിച്ചിട്ട് ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനാണോ ഇറ്റ് വിൽ ബി ഈസി, ഓർ ഇറ്റ് വിൽ ബി ഈസി ടു ഓപ്പൺ ഓർ ക്ലോസ് ദ ഗേറ്റ് അറ്റ് എ മാക്സിമം ഏറ്റവും ഫാർദർ എൻഡിൽ പിടിച്ച് ക്ലോസ് ചെയ്യാനായിരിക്കും. ഒബിയസ്ലി നമുക്കൊരു ഗേറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുക്ക്, ഇത് നിങ്ങളൊരു ഗേറ്റ് ആണെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്. ഈ ബുക്ക് നിങ്ങൾ ഗേറ്റ് ഓപ്പൺ തുറക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ടു open and close the gate by keeping your hold on the extreme edge. നമ്മൾ പിടിക്കുന്ന പോയിന്റ് ഫിക്സഡ് പോയിന്റ് നമ്മൾ ഹിഞ്ചിന്റെ അടുത്തേക്ക് വരുന്തോറും നമുക്ക് അപ്ലൈ ചെയ്യുന്ന എഫേർട്ടിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അതിന് റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ദാറ്റ് ഇസ് കോൾഡ് മൊമെന്റ്. അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ദ ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ് ഈസ് കോൾഡ് മൊമെന്റ്. ദ ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ് ഈസ് കോൾഡ് മൊമെന്റ്. ഓക്കെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വിൻഡോ, ഗേറ്റ്, ഡോറ്, അതെല്ലാം ഏറ്റവും വലിയ എക്സാമ്പിൾ. പിന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രൂ ലൂസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ദ എക്സാമ്പിൾ ഓഫ് എ ഫോഴ്സ്. സോ ഗേറ്റിന്റെ കേസിൽ സോ വി ഗോട്ട് എ ഫിക്സഡ് പോയിന്റ്, ഗേറ്റോട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് അവർ ഗേറ്റ്. സോ ഇറ്റ് വിൽ ബി ഈസി ടു മൂവ് ദ ഗേറ്റ്. നമുക്ക് ഗേറ്റിനെ ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു മൂവ് ദ ഗേറ്റ് ഇഫ് യു ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് ഹിയർ. ആൻഡ് ഇഫ് യു അപ്ലൈ ദ ഫോഴ്സ് ഹിയർ യു ഹാവ് ടു അപ്ലൈ എക്സ്ട്രാ ഫോഴ്സ് കമ്പയർഡ് ടു ദിസ് വാല്യൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലെ ഡോറോ അല്ലെങ്കിൽ ഗേറ്റോ പോയിട്ട് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഡോറിന്റെ ഈ ഫിക്സ് ചെയ്ത പോയിന്റിൽ വെച്ചിട്ട് എന്നെ തൊട്ടടുത്ത് വെച്ചിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഡോർ തുറക്കുന്നു, ചെറിയൊരു ഫോഴ്സിൽ അപ്ലൈ ഉണ്ടോ. ആൻഡ് ദാറ്റ് ഫോഴ്സ് വിൽ ബി മോർ ദാൻ ദ ഫോഴ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് അറ്റ് ദ എക്സ്ട്രീം എഡ്ജ്. ഓക്കെ, സോ മൊമെന്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഫോഴ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ്. നമ്മൾ ഏത് പോയിന്റ് വിത്ത് റെസ്പെക്ട് ആണോ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ആ ഫോഴ്സ് എന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ അല്ല ആ പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഇറ്റ് വിൽ ഡിപ്പെൻഡ്. ഓക്കെ, സോ മൊമെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ്. മൊമെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ ഗേറ്റ്, ഡോർ, വിൻഡോ എല്ലാ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ, നട്ട് ബോൾട്ട് എല്ലാ എക്സാമ്പിൾ നമുക്ക് എഴുതാം. So and the effect will depend on the distance and the magnitude of force. Distance will depend on
will also depend on the magnitude of force. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജസ്റ്റ് ട്രൈ. നിങ്ങളുടെ വീട്ടിലെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഡോർ നമുക്ക് അത്ര ബെസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഗേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഗേറ്റ് ഇല്ലെങ്കിൽ ഡോർ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. അപ്പൊ ഡോർ തന്നെ നമുക്ക് ഓപ്പണും ക്ലോസ് ചെയ്യാൻ വേണ്ടി 2 പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നോക്കുക. സോ ഫസ്റ്റ് യു അപ്ലൈ വിത്ത് ദ ഫോഴ്സ് അറ്റ് എക്സ്ട്രീം എഡ്ജ്. അതായത് ഡോർ നമ്മൾ നോർമലി എല്ലാവരും ഡോർ തുറക്കുന്ന ഡോറിന്റെ എഡ്ജിൽ പിടിച്ചിട്ടായിരിക്കും. ഓക്കെ, നൗ you try to open the door or close the door by applying force which is very nearer to this point. Okay, അതായത് നമ്മൾ ഡോർ നമ്മുടെ വാളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റിന് ജസ്റ്റ് നിയർ ആയിട്ടുള്ള ഏതെങ്കിലും പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡോർ തുറക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് അനലൈസ് വിച്ച് ഫോഴ്സ് ഈസ് ഹയർ. ഒബിയസ്ലി നിങ്ങൾ ഡോർ വാളിനായിട്ട് ഈ ഫോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഹയർ എമൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യാം. ആൻഡ് ദിസ് വിൽ ബി എ ലോവർ എമൗണ്ട് വാല്യൂ. So in such situation, the force applied will create, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആക്ച്വലി ഫോഴ്സ് അല്ല, വി ആർ അപ്ലൈയിങ് മൊമെന്റ് ഓൺ ദ ബോഡി. നമ്മുടെ എയിം എന്താ? അവർ എയിമിങ് ടു റൊട്ടേറ്റ് ദ ഡോർ, അല്ലെങ്കിൽ റൊട്ടേറ്റ് ദ ഗേറ്റ്, റൊട്ടേറ്റ് ദ സ്ക്രൂ. അപ്പോൾ സ്ക്രൂവിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ക്രൂ ആണ് കേട്ടോ, സ്ക്രൂവിന്റെ ടോപ്പ് വ്യൂ ആണിത്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിരിക്കുന്ന അപ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടും. ആക്ച്വലി വിൽ ബി റൊട്ടേറ്റിംഗ് ദ സ്ക്രൂ. So moment can be defined as the turning effect produced by a force. Moment can be defined as the turning effect produced by a force on the body on which act. And the moment will depend on mainly two quantities: the applied force and the distance from the point of application. ഏത് പോയിന്റിലാണോ ഫോഴ്സിന്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ടേണിംഗ് പോയിന്റ് ആവശ്യമുള്ളത്, ഫ്രം ദാറ്റ് പോയിന്റ് ദ ഡിസ്റ്റൻസ്, നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസിനും അത് ഡിപ്പെൻഡ് ചെയ്യും. The moment of the force can be equal to the product of the force and the perpendicular distance of the point. ഏത് പോയിന്റിലാണോ, ഇപ്പോൾ ഡോറിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ആക്ച്വൽ മൂവ്മെന്റ് വരേണ്ടത് ഡോർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലാണ്. ഫ്രം ദിസ് പോയിന്റിലാണ് നമുക്ക് ആക്ച്വൽ മൂവ്മെന്റ് വരേണ്ടത്. ഇത്രയും പോർഷൻ കണക്ട് ആയതുകൊണ്ട് കൂടെ മൂവ് ചെയ്യണമെന്നുള്ളൂ. അവർ റിക്വയർമെന്റ് ഈസ് ടു ക്രിയേറ്റ് എ മൂവ്മെന്റ് ഓൺ ദ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ so it will depend on the, suppose we are applying force here, it will depend on the distance from this point. So I'll be marking it as D. So moment can be written as product of force into distance, P into D. Okay, about which the moment is required and the line of action of the force. അതും കൂടി ഉണ്ട്. എല്ലായ്പ്പോഴും നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ ലൈൻ ഓഫ് ആക്ഷൻ ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കാറ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, വെറും ഡിസ്റ്റൻസ് അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെ ഏറ്റവും നല്ല വീണ്ടും നമുക്ക് ഡോറിന്റെ തന്നെ വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. നമ്മൾ ഇത് സെയിം ഫോഴ്സ്, സപ്പോസ് വി ഹാവ് അപ്ലൈഡ് 10 Newton ഫോഴ്സ് ടു ഓപ്പൺ ദ ഡോർ. എങ്ങനെ അപ്ലൈ ചെയ്ത്? ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു. ആൻഡ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തു, ഈ ഡിസ്റ്റൻസ് അപ്ലൈ ചെയ്തു. സെയിം ഫോഴ്സ് സപ്പോസ് വി ആർ അപ്ലൈങ് ഇൻ ദിസ് ഡയറക്ഷൻ, in this direction, ഈ ഡയറക്ഷനിൽ ഇത് എത്രയാണ് 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്ത് സെയിം 10 Newton ഇൻ ദിസ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്താൽ ഒരിക്കലും ദ ഡോർ വിൽ നോട്ട് ഓപ്പൺ. ബിക്കോസ് ആ ഫോഴ്സ് കൊണ്ട് ഫോഴ്സ് ഉണ്ട്, ബട്ട് ഇറ്റ് നോട്ട് ക്രിയേറ്റിംഗ് എ ടേണിംഗ് മൊമെന്റ്. എന്തുകൊണ്ടാണ് ടേണിംഗ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാത്തത്? സോ അവിടെയാണ് നമ്മുടെ ഈ വാക്കിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്. നമ്മുടെ ഈ ഫോഴ്സ് എവിടെ ആക്കിയാണ്? ഇങ്ങനെയാണ് ആക്കിയത്. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് വെച്ചിട്ട് ഫോഴ്സിന് വേണമെങ്കിൽ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ ഏത് പോയിന്റ് വേണമെങ്കിൽ ഈ പോയിന്റിൽ വരെ വേണമെങ്കിൽ കൊടുന്നു വെക്കാം ഫോഴ്സിന്, നോ പ്രോബ്ലം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ദ പോയിന്റ്. അപ്പൊ പോയിന്റ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ, അതാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ആ പോയിന്റും നമ്മുടെ അപ്ലിക്കേഷൻ വരുന്ന പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ അപ്ലിക്കേഷൻ വരുന്ന പോയിന്റ് പറഞ്ഞു ഇല്ല, ബിക്കോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏത് പോയിന്റിലാണ് നമുക്ക് ഫോഴ്സ് ആവശ്യമുണ്ട്, സെയിം ലൈനിൽ കൂടെ പാസ് ചെയ്യണം. സോ ഇൻ ദാറ്റ് കേസ്, ഈ കേസിൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. സോ ഈ കേസിൽ മൊമെന്റ് ക്രിയേറ്റ് ആവില്ല, അതിൽ ഡോറ് ഓപ്പണോ ക്ലോസോ ആവില്ല. സോ ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എനി ടേണിംഗ് മൊമെന്റ്. ഈവൻ ഇഫ് യു ആർ അപ്ലൈയിങ് ദ സെയിം ഫോഴ്സ്, ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എനി ടേണിംഗ് മൊമെന്റ്. Okay, so moment is the
turning effect produced by a force on the body on which it acts. The moment of a force equal to the product of force and the perpendicular distance. Our word specific ആണ് perpendicular distance of from the point. Okay. Heading എഴുതിക്കോ moment of a force. Moment of a force. Definition എഴുതാം. It is the turning effect produced by a force. It is the turning effect produced by a force. It is the turning effect produced by a force on the body on which acts. On the body on which it acts. It is a turning effect produced by a force on the body on which it acts. The moment of a force equal to the moment of a force equal to the product of the force equal to the product of the force. The moment of a force equal to the product of the force and the perpendicular distance of the point about which the moment is required. About which the moment is required. About which the moment is required. And the line of action of the force. And the line of action of the force. Okay. എന്നിട്ട് ഈ രണ്ട് ഫിഗർ ഒന്ന് റഫായിട്ട് വരയ്ക്കുക. നമ്മളിവിടെ എല്ലിനെ മാർക്കുന്നത് ഡി മാറ്റിയിട്ട് എല്ലിന് എഴുതിക്കോട്ടാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു എൽ. Moment is equal to force into distance. അതിന് ഭംഗിയായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഫിഗർ വരയ്ക്കാം. മൊമെന്റ് ഇക്വേഷൻ മാത്രം എഴുതാം. m is equal to p into l. m is equal to p into l. രണ്ട് കേസ് എഴുതിച്ചോ. ഒരു കേസിൽ m is equal to 10 into l. ഇത് ഈ കേസിന്റെ സെക്കൻഡ് കേസിൽ m is equal to 10 into 0. Because in the second case line of action of force then നമ്മുടെ point of application നമ്മുടെ perpendicular distance 0 ആണ്. So in this case moment is equal to 0. In this case moment is equal to 10 into L. ഈ ഇതെന്താണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. വേണമെന്നില്ല, ഇത്രയും കാര്യങ്ങൾ എഴുതുന്നില്ല. വരച്ചു കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് എഴുതാം ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെഡിങ് എഴുതാം ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. കഴിഞ്ഞില്ലല്ലോ, വരച്ചു കഴിഞ്ഞില്ല എല്ലാവരും. വരച്ചു കഴിഞ്ഞില്ലേ എല്ലാവരുടെയും? ടൈപ്സ് ഓഫ് മൂവ്മെന്റ് തുടങ്ങാലോ അല്ലേ? നിങ്ങളൊന്ന് തീരെ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നു. വരച്ചു കഴിഞ്ഞു പറയാം, കഴിഞ്ഞില്ല എന്ന് പറയാം. ഓക്കെ. Okay, so next topic is types of moment. അപ്പോൾ നമുക്ക് മെയിൻലി രണ്ട് ടൈപ്പ് മൊമെന്റ് പഠിക്കാറുള്ളത്. ഒന്ന് ക്ലോക്ക് വൈസ് മൊമെന്റും ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും. എല്ലാവരും വീട്ടിലും ക്ലോക്ക് ഉണ്ടായിരിക്കുമല്ലോ. ക്ലോക്ക് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആ ഡയറക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റിന് റൊട്ടേഷൻ ഉണ്ടാവുന്നെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ക്ലോക്ക് വൈസ് മൊമെന്റ്. ഓക്കെ.
ആൻഡ് ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യണതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കൊണ്ട് മൊമെന്റ് ഉണ്ടാവണമെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആന്റി ക്ലോക്ക് വേസ് മൊമെന്റ്. ഓക്കെ, ഫിഗർ വരച്ചിട്ടുണ്ട്. ക്ലോക്ക് വേസ് എന്ന എക്സാമ്പിൾ ആയിട്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫോഴ്സ് ഇത് P1 എന്ന് മാർക്ക് ചെയ്തു, സെക്കൻഡ് ഫോഴ്സ് P2 എന്ന് മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ഇവിടെ ഒരു O എന്നുള്ള പോയിന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഗേറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ് P1 എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ ഗേറ്റ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ഗേറ്റ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. ഏത് ഡയറക്ഷൻ? ഇത് ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്കിന്റെ ഡയലില് സൂചി റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷനാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കാം. സോ ദിസ് ഇസ് എ സെയിം ഡയറക്ഷൻ ആസ് എ ക്ലോക്ക് റൊട്ടേറ്റ്. സോ ഇറ്റ് ഈസ് എ ക്ലോക്ക് വേസ് മൊമെന്റ്. സെക്കൻഡ് സിറ്റുവേഷൻ എന്തായിരുന്നു? അഗെയിൻ O എന്നുള്ള പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നീഡിലുണ്ട്. വി ആർ അപ്ലൈയിങ് ഫോഴ്സ് ഓവർ ഹിയർ. സോ ഈ കേസിൽ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ റൊട്ടേറ്റ് ഇൻ ദ അഗെയിൻ ഇൻ ദ ക്ലോക്ക് വേസ് ഡയറക്ഷൻ. തേർഡ് കേസ് എന്തായിരുന്നു? തേർഡ് കേസ് ദിസ് ഈസ് ദ P3, ദിസ് ഈസ് P2, ദിസ് ഈസ് P1 and this is the third case P3. So in this case we are applying force over here. ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഏത് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം? ഇൻ ദിസ് ഡയറക്ഷനിലാണ് അതിന് റൊട്ടേഷൻ വരിക. സോ ഇറ്റ് ഈസ് അഗെയിൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ക്ലോക്ക് റൊട്ടേറ്റ്സ്. സോ ആദ്യത്തെ മൂന്ന് കേസും ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ക്ലോക്ക് വേസ് മൊമെന്റ്. ഇതേപോലെ തന്നെ സെക്കൻഡ് കേസുകളും നമുക്ക് മൂന്നെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് കേസ് വരയ്ക്കുമ്പോൾ വിൽ ബി സെലക്ടിങ് ദ O എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, നീഡിൽ വരച്ചു. സോ വിൽ ബി മാർക്കിംഗ് ആസ് P1, P2, P3. സോ ഫസ്റ്റ് ഫോഴ്സ് P1 ക്രിയേറ്റിംഗ് എ മൊമെന്റ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ക്ലോക്ക് റൊട്ടേറ്റ്സ്. ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് ഫോഴ്സ് അല്ലെങ്കിൽ മൂവ്മെന്റ് ക്രിയേറ്റ് ആകുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആന്റി ക്ലോക്ക് വേസ്. ആന്റി ക്ലോക്ക് വേസിന് പറയുന്ന വേറൊരു വേർഡാണ് കൗണ്ടർ ക്ലോക്ക് വേസ്. കൗണ്ടർ ക്ലോക്ക് വേസ്, CCW എന്ന് ചില ബുക്കുകളിലൊക്കെ എഴുതി കാണും. ഇത് ക്ലോക്ക് വേസിന് CW അല്ലെങ്കിൽ CCW എന്ന് കൗണ്ടർ ക്ലോക്ക് വേസിനും നമ്മൾ ചില ബുക്കിൽ എഴുതിയാണ്. അത് ഫസ്റ്റ് P1 എന്നുള്ള ഫോഴ്സ്, സെക്കൻഡ് P2. സോ P2 എന്ത് ഡയറക്ഷനിലാണ്? അഗെയിൻ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. തേർഡ് വൺ P3 ഏത് ഡയറക്ഷനിലാണ്? അഗെയിൻ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഹെഡിങ് എഴുതിക്കോ, ടൈപ്സ് ഓഫ് മൊമെന്റ്, രണ്ട് ടൈപ്പ്, ക്ലോക്ക് വേസ് ആൻഡ് ആന്റി ക്ലോക്ക് വേസ്. ഇത് രണ്ട് ഫിഗറും വരച്ചിരിക്കും. ക്ലോക്ക് വേസ് ആൻഡ് ആന്റി ക്ലോക്ക് വേസ് എഴുതിയിട്ട് രണ്ട് ഫിഗറും വരച്ചിരിക്കും. ഇനി അങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയണം ഈ ഫോഴ്സ് അപ്ലൈ ആണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് എന്ത് മൊമെന്റ് ആണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റണം വെദർ ഇറ്റ്സ് എ ക്ലോക്ക് വേസ് ഓർ ആന്റി ക്ലോക്ക് വേസ്. ഓക്കെ, സോ ഹെഡിങ് എഴുതാ ടൈപ്സ് ഓഫ് മൊമെന്റ്, രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, ക്ലോക്ക് വേസ് ആൻഡ് ആന്റി ക്ലോക്ക് വേസ് മൊമെന്റ്. ആന്റി ക്ലോക്ക് വേസ് ബ്രാക്കറ്റിൽ എഴുതാ, കൗണ്ടർ ക്ലോക്ക് വേസ് മൊമെന്റ് എന്നുള്ള പേരും കൂടി ഉണ്ട്. ആൻഡ് ഡ്രോ ദീസ് ടു ഫിഗേഴ്സ്. ക്ലോക്ക് വേസ് മൊമെന്റിന്റെ 3 എക്സാമ്പിൾ, ആന്റി ക്ലോക്ക് വേസ് കൗണ്ടർ ക്ലോക്ക് വേസ് മൊമെന്റിന്റെ 3 എക്സാമ്പിൾ. ഓക്കെ, ഇപ്പൊ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ പറയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തേക്ക് ഡയറക്റ്റ് പോകാം. എത്ര ഉള്ളൂ? മൊമെന്റ് ഇക്വേഷൻ, ക്ലോക്ക് വേസ്, ആന്റി ക്ലോക്ക് വേസ്, അത്ര മാത്രമേ നമുക്ക് തിയറി ആയിട്ട് പഠിക്കാവുള്ളൂ. ഇനി നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അത് വരച്ചു കഴിഞ്ഞാൽ, ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലത്തേക്ക് പോകാം. ഓക്കെ, രണ്ടാൾക്കാർ കഴിഞ്ഞു. 4, 5 വരട്ടെ വേഗം 10 തന്നെ ആവട്ടെ. ചിലത് ഭയങ്കര ഫാസ്റ്റ് ആവും, ചിലത് ഭയങ്കര സ്ലോ ആവും. ഒരു പകുതി ആളതിനും വരണ്ടേ, 10 ആളതിനും ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിയാത്തവർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യട്ടെ. കഴിഞ്ഞെന്ന് മാത്രമല്ല, വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പ്രോബ്ലം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ആൾക്കാർ 10-20 ആൾക്കാരൊക്കെ. സോ വിൽ മൂവ് ഫോർവേഡ്. ഒരു ഓക്കെ, പ്രോബ്ലത്തേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു തിയറം കൂടി പഠിക്കാണ്ട്. ഓക്കെ, പ്രോബ്ലം ചെയ്തിട്ട് പഠിച്ചാലും മതിയായിരുന്നു. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, അതായത് കുറേ ഫോഴ്സുകൾ നമുക്ക് ഇതുവരെ ചെയ്തപ്പോൾ കുറേ ഫോഴ്സുകൾ വന്നു. അതേപോലെ ഇനി അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഒരുപാട് ഫോഴ്സുകളെ കമ്പൈൻ ചെയ്തിട്ട് അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ അനാലിസിസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറമാണ്
Varignon's principle of moments. Varignon's principle of moments. So, ഒന്നുമില്ല. സോ ഇത് നമ്മളെന്താ പാരലോഗ്രാം ലോ ആണ്. താഴെ വരച്ച പാരലോഗ്രാം ലോ ആണ്. സോ വി ഗോട്ട് ടു ഫോഴ്സസ് F1 and F2. രണ്ട് ഫോഴ്സ് നമ്മളിൽ ഉണ്ടായിരുന്നു. And we got a resultant R. So as per this theorem, the moment, individual moment created by each force. First force, with respect to ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് with respect to നമ്മൾ മൊമെന്റുകൾ എഴുതി. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് കൊണ്ടാണ് മൊമെന്റ്. ഫസ്റ്റ് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഏതാ? F1. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് F1 എന്നൊരു പെർപെൻഡിക്കുലർ ഓയിലേക്ക് വരച്ചു. So this is D1 is the perpendicular distance from the first force. So F1 is the first force. D1 is the perpendicular distance from the first force. നമുക്ക് മാർക്ക് ചെയ്തു. നമുക്ക് സെക്കൻഡ് ഫോഴ്സ് വരച്ചു F2 F2 എന്നൊരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ഇട്ടാണ്. 90 ഡിഗ്രി ആയിട്ടുള്ള ലൈനാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, യു വിൽ ബി ഡ്രോയിങ് പെർപെൻഡിക്കുലർ ടു ദ ഒരു റെഫറൻസ് പോയിന്റ്. നമ്മൾ റെഫറൻസ് പോയിന്റ് ആ റെഫറൻസ് പോയിന്റ് പെർപെൻഡിക്കുലർ വരച്ചു. സോ D2. സോ ദ മൊമെന്റ് ക്രിയേറ്റഡ് ബൈ ദീസ് ഇൻഡിവിജ്വൽ ഫോഴ്സ്. ആദ്യത്തെ ഫോഴ്സ് ഉണ്ടാവുന്ന മൊമെന്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് F1 ഇൻറ്റു D1. സെക്കൻഡ് ഫോഴ്സ് ഉണ്ടാവുന്ന മൊമെന്റ് ഫോഴ്സ് ഇൻറ്റു F2 ഇൻറ്റു D2. That will be equal to moment created by the resultant. That will be equal to the moment created by the resultant. Total moment, അതായത് ഇൻഡിവിജ്വൽ ഫോഴ്സിന്റെ മൊമെന്റും റിസൾട്ടന്റ് മൊമെന്റും സെയിം ആയിരിക്കുന്നു. It states that if a number of coplanar forces, രണ്ടെന്നല്ല എത്രയും ഫോഴ്സ്, 3, 4, 5 എത്ര ഫോഴ്സ്, number of coplanar forces are acting simultaneously on a particle. The algebraic sum of moments, individual moments, ഓരോ ഫോഴ്സും ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് സം of all forces about any point, equal to the moment of their resultant about the same point. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിലെ ഇൻഡിവിജ്വൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മൊമെന്റിന്റെ സം that will be equal to the moment of the resultant about the same force. ഈ ഫിഗർ വേണ്ട, ഈ ഫിഗർ മാത്രം വരച്ചാൽ മതി. അപ്പൊ ഹെഡിങ് ഏതാ? വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. നമുക്ക് ഇത്രയും കാര്യം ആലോചിക്കാനുള്ളൂ. നമ്മുടെ കയ്യിൽ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാനോ പഠിച്ചല്ലോ. റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചപ്പോൾ നമ്മൾ ഓരോ കോമ്പണന്റ് എടുത്ത് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഓരോ കോമ്പണന്റ് എടുത്തിട്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. That moment equal to the moment created by the resultant about the same point. ഏത് പോയിന്റ് ആയിക്കോട്ടെ, പക്ഷെ പോയിന്റ് ഷുഡ് ബി കോമൺ ഫോർ റിസൾട്ടന്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. റിസൾട്ടന്റ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ഫോഴ്സ് ആണെങ്കിലും പോയിന്റ് കോമൺ ആയിരിക്കണം. ഏത് പോയിന്റ് എടുത്തിട്ട് റെഫറൻസ് പോയിന്റ് ആയി എടുത്താലും കുഴപ്പമില്ല. എനി ഓഫ് ദ റെഫറൻസ് പോയിന്റ്, ഏതെങ്കിലും പോയിന്റ് എടുത്തിട്ട് നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റും റിസൾട്ടന്റ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റും സെയിം ആയിരിക്കണം. That is the principle, Varignon's principle of moments. Heading is the Varignon's principle of moments. Bracket le edika law of moments. Varignon's principle of moments or law of moments. Varignon's principle of moments or law of moments. It states that if a number of coplanar forces are acting simultaneously on a particle, the algebraic sum of moments of all the forces about any point is equal to the moment of their resultant. About the same point. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കാം, ഈക്വേഷൻ എഴുതാം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരയ്ക്കുന്ന ഒരു പാരലോഗ്രാം പോലെ വരയ്ക്കാം. റെഫറൻസ് പോയിന്റ് വരയ്ക്കുക. പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ലൈനിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം, സെക്കൻഡ് ലൈനിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം,
തേർഡ് ലൈനിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ആവാൻ ശ്രദ്ധിക്കണം. 90 ഡിഗ്രി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് ലൈൻസ്. നമ്മൾ വരയ്ക്കുന്ന റെഫറൻസ് പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഈ D1 എന്നുള്ള ലൈനും D2 എന്നുള്ള ലൈനും D എന്നുള്ള ലൈനും മൂന്നും പെർപെൻഡിക്കുലർ ടു ദ റെഫറൻസ് പോയിന്റ്. D1 F1 പെർപെൻഡിക്കുലർ ആവണം, D റിസൾട്ടന്റ് പെർപെൻഡിക്കുലർ, D2 എന്ന് പറയുന്നത് F2 പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോ ഫിഗർ കാണുമ്പോൾ അറിയുന്ന ഒരാൾ വരച്ചോന്നാണ്. ഫിഗർ കംപ്ലീറ്റ് ആയാൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സ്കെയില് പെൻസിലൊക്കെ വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് വേണ്ട. സ്കെയില് പെൻസില് എല്ലാവരും കുഴപ്പമില്ല, പേനയായാലും കുഴപ്പമില്ല, സ്കെയിൽ വെച്ച് വരയ്ക്കാം. പെൻസിൽ കയ്യിലില്ലെങ്കിൽ പെൻസിൽ ഉണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കാം. ഡ്രോയിങ്സ് എല്ലാം പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതാണ് ഇറ്റ് വിൽ ബി ഗുഡ്. നമുക്കൊരു മൊമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. 12:45 1-2 പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കംപ്ലീറ്റ് ആയി പറയാം. ഡ്രോയിങ് വരച്ച് കംപ്ലീറ്റ് ആയാൽ പറയാം. ഓക്കെ, 2-3 ആൾക്കാരുണ്ട്. ഏറ്റവും സ്ലോയിൽ വരയ്ക്കുന്ന ആൾ കംപ്ലീറ്റ് ആയാൽ ആരാണ് അറിയണമെങ്കിൽ ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ ആരെ സ്പീഡിൽ വരയ്ക്കുന്നത്, ആരെ സ്ലോയിൽ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഒരു 10 മോർ ദാൻ 10 ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും ഇപ്പോൾ മിസ് ആയാലും നമുക്ക് വീഡിയോ ഉണ്ടല്ലോ, കാണാമല്ലോ. അപ്പോൾ നമുക്ക് ആ കൂടിയിട്ട് മൊമെന്റിൽ കാര്യം ഫോഴ്സ് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ മൊമെന്റ് കിട്ടും. ഒരേ കാര്യം മാത്രം ആലോചിച്ച് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. So here is our problem. A force 15 Newton applied perpendicular to the edge of the door 0.8 meter wide as shown in figure A. Find the moment of the force. First figure എടുക്കാം. First figure a force of 15 Newton is applied on a door which is 0.8 meter wide. Find the moment. നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ ക്ലാസ്സിലെ മിടുക്കന്മാരായ കുട്ടികളെടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം ആർക്കാണ് നല്ല ഭംഗിയായിട്ട് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒറ്റ പ്രോബ്ലം പോലും ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാൻ പോകണം. രാഹുൽ പീറ്ററിന്റെ അടുത്ത് ചോദിച്ചാണോ? രാഹുൽ പീറ്റർ. യെസ് സാർ, ചോദിച്ചിരുന്നു. രാഹുൽ വിജയ് ചോദിച്ചിട്ടില്ലല്ലോ? രാഹുൽ വിജയനെ കാണാനില്ലല്ലോ. മറ്റേ ബ്രേക്കിംഗ് ബാഡിൽ ഒരാളുടെ ചിത്രം മാത്രമേ കാണാറുള്ളൂ. രാഹുലിന്റെ ഫേവറേറ്റ് സീരിയൽ ആണോ ബ്രേക്കിംഗ് ബാഡ്? എത്ര ദിവസം കൊണ്ട് കണ്ടു തീർത്തത്? ഈ ലോക്ക്ഡൌൺ സീസണിൽ കണ്ടു തീർത്താ? ഓക്കെ രാഹുൽ, എത്രയാ നമ്മുടെ മൊമെന്റിന്റെ വാല്യൂ വരിക? കേൾക്കുന്നില്ലല്ലോ രാഹുൽ. കാൽക്കുലേറ്റർ അടിക്കാൻ പോയതാ? മൊമെന്റ് എന്താ മൊമെന്റ് ഇക്വേഷൻ? 10 അല്ലല്ലോ. മൊമെന്റ് ഇക്വേഷൻ എന്താ? മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? കറക്റ്റ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ മാത്രം മതി. ഫോഴ്സ് ഇൻറ്റു എന്ത് ലെങ്ത്?
ഡോറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു. ഓക്കെ, ഐ ആം അപ്ലൈങ് ദ ഫോഴ്സ് ഹിയർ. വാട്ട് ഈസ് ദ മൊമെന്റ്? 0. വൈ? അത് ലെങ്ത് ഇല്ല. ഡോറിന് ലെങ്ത് ഇല്ലേ? ഡോറിന് ലെങ്ത് മാറിയിട്ടൊന്നുമില്ലോ. അവിടെ മൊമെന്റ് ഇല്ല. വൈ? വാട്ട് ഈസ് ദ റീസൺ? അവിടെ വെറുതെ അല്ല ലെങ്ത് എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നൊരു വാക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതായത് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഫോഴ്സ് ഏതി കൂടെ മൂവ് ചെയ്യണം? ഫോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ. എന്താണ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ? ഈ രണ്ട് പോയിന്റ് നമ്മളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യം. സോ മൊമെന്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 15 into 0.8. അപ്പൊ എന്താണ് യൂണിറ്റ് വരിക? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് മൊമെന്റിന് വരിക. ന്യൂട്ടൺ മീറ്റർ ആണ് മൊമെന്റിന്റെ യൂണിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഫസ്റ്റ് ഇതിന്റെ ആൻസർ എഴുതിക്കോ. മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എഴുതിയിട്ട് തന്നെ എഴുതിക്കോ. പി ഇൻറ്റു എൽ എന്ന് എഴുതണ്ട, എല്ലാവരും എഴുതിക്കോ. മൊമെന്റ് ഫിഗർ വരയ്ക്കുക. ഫിഗർ മാത്രം വരച്ചാൽ മതി. ഫസ്റ്റ് ഫിഗർ വരയ്ക്കാം. ഫിഗർ എ മാത്രം വരയ്ക്കാം. ആൻഡ് എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതുക മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ രാഹുൽ, താങ്ക് യു. രാഹുൽ മൈക്കും വീഡിയോ ഓഫ് ചെയ്തോ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. എന്നിട്ട് എഴുതാം പി ഇൻറ്റു, അതായത് 15 ഇൻറ്റു 0.8 12 ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റ് വരുന്നത് ന്യൂട്ടണും മീറ്ററും കൂടി കമ്പൈൻ ചെയ്തിട്ട് ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതണം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ടിസ്റ്റാക്കി കൊടുത്തു. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അഗൈൻ വി ഗോട്ട് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കേസിലെ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വി വിൽ ബി റിസോൾവിങ് ദ ഫോഴ്സ് ഇൻ ടു 2 കോമ്പണൻസ്. ഈ ഫോഴ്സിനെ 2 കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ 2 കോമ്പണൻസ് ഏതൊക്കെയാന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. റോഹൻ സിആർ. റോഹൻ സിആർ, സോറി തെറ്റിപ്പോയി. റോഹനെ കാണാനല്ലോ. ഓക്കെ റോഹൻ, നമ്മുടെ ഫോഴ്സിന്റെ 2 കോമ്പണൻസ് ഏതൊക്കെയാണ് റിസോൾവ് ചെയ്യുമ്പോൾ? ഫോഴ്സിനെ 2ആയിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ 15 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സിനെ 2ആയിട്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ആ 2 കോമ്പണൻസ് ഏതൊക്കെയായിരിക്കും? വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവില്ലേ? വൈ? സെക്കൻഡ് ഡയഗ്രം ആണോ? സെക്കൻഡ് ഡയഗ്രം. ഫസ്റ്റ് ഡയഗ്രം കഴിഞ്ഞു, കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. സെക്കൻഡ് ഡയഗ്രം vertical would be hello 15 sin 60. 15 sin 60. Either upward or downward? Downward അല്ല. 15 sin 60. okay, either upward or downward? Downward. What about horizontal component? 15 cos 60. Towards left or towards right? Towards left. Okay, thank you. So ഈ കേസിൽ നമുക്ക് 2 ഫോഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്തിട്ട് അതിന്റെ മൊമെന്റ് കണ്ടുപിടിക്കാം. So 2 ഫോഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്തപ്പോൾ we got 15 sin 60 and 15 cos 60, and we will be calculating the moment due to individual component.
ഓരോ ഇൻഡിവിജ്വൽ കോമ്പണന്റ് കൊണ്ടും ഉണ്ടാവുന്ന മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിന് ഫോഴ്സ് നമ്പർ 1 എന്ന് പേര് കൊടുത്തു, ഇതിന് ഫോഴ്സ് നമ്പർ 2 എന്ന് പേര് കൊടുത്തു. ഓക്കെ, നമുക്ക് വീണ്ടും ചോദിക്കാം. റോഹൻ കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? രോഹിത് സി. രോഹിത് സി. കേൾക്കാണ്ട് പക്ഷെ കാണാനല്ല. ഓക്കെ, രോഹിത്. ഓക്കെ, what is the moment created due to 15 cos 60? 0. റീസൺ എന്താണ്? perpendicular distance 0. Perpendicular distance 0. What is the moment created due to 15 sin 60? 0.8 into 15 sin 60. 0.8 into 50 sin 60. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് നമുക്ക് അതിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെങ്കിൽ യു വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും പോയിന്റ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യം. സോ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തു ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ വെച്ചിട്ട് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദിസ് ഡിസ്റ്റൻസ്. സോ ഇഫ് ദിസ് ആംഗിൾ ഇസ് 60, ദിസ് വിൽ ബി ഓൾവേസ് 60. And we can write sin 60 is equal to opposite side. Right? I will be writing this point as A. OA divided by 0.8, or I can write OA is equal to 0.8 sin 60. And moment can be written as moment is equal to OA into 15. It gives the moment. ഇത് വേറൊരു മെത്തേഡ്. അപ്പൊ ഇതിന് രണ്ട് മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് അതിന്റെ ഇൻഡിവിജ്വൽ മൊമെന്റ് കാൽക്കുലേറ്റ് അത് ആഡ് ചെയ്യാം. അപ്പൊ ഈ കേസിൽ ഒരു മൊമെന്റ് 0 ആയി പോയി, ഒരു മൊമെന്റോട് മാത്രമേ വാല്യൂ ഉണ്ടായുള്ളൂ. ചില കേസിൽ രണ്ട് മൊമെന്റിന്റെയും കോമ്പണൻസിന്റെ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് മൊമെന്റും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് രണ്ട് മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫോഴ്സിനെ റിസോൾവ് ചെയ്യുന്ന മോഡലിലെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മോഡലിലെ മെത്തേഡ്. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് മെത്തേഡിൽ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് മെത്തേഡിലാണെങ്കിൽ 15 ഇത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് വിൽ ബി 15 sin 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി എഴുതിക്കോ. സെക്കൻഡ് മെത്തേഡും കൂടി ഫിഗർ വരച്ചിട്ട് രണ്ട് മെത്തേഡും എഴുതിക്കോളൂ. ഫസ്റ്റ് മെത്തേഡ് ഫോഴ്സിനെ റിസോൾവ് ചെയ്യുന്ന മോഡലിൽ, സെക്കൻഡ് മെത്തേഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് OC എന്നുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡും വെച്ചിട്ട് മൊമെന്റ് ചെയ്യും. രണ്ടിലും നമുക്ക് സെയിം മൊമെന്റ് സെയിം ആൻസർ തന്നെ വരാം കേട്ടോ. സെയിം ആൻസർ 10.4 തന്നെയാണ് രണ്ടിലും നമുക്ക് സെയിം ആൻസർ തന്നെ വരിക, ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ രണ്ട് മെത്തേഡും കൂടി എഴുതിയിരിക്കുക. ആ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് രണ്ട് മെത്തേഡ് ഓഫ് സൊല്യൂഷനും കൂടി എഴുതിയിരിക്കുക. കംപ്ലീറ്റ് ആയി പറയാം. രണ്ട് മെത്തേഡ് ഓഫ് സൊല്യൂഷനും എഴുതിച്ചിട്ട് കംപ്ലീറ്റ് ആയാലും പറയാം. ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടിലും നമുക്ക് സെയിം ആൻസർ വരും. അപ്പൊ ചില സിറ്റുവേഷനിൽ നമുക്ക് ഫോഴ്സിനെ റിസോൾവ് ചെയ്യേണ്ടി വരും, ചില സിറ്റുവേഷനിൽ നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടും മൊമെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ട് മെത്തേഡും നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. കാരണം നമുക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടി വരിക എന്ന് പറയാനില്ല. ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ വി ഹാവ് ടു യൂസ് either by resolving the force or by calculating the distance. Okay. കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് മൂന്ന് ആൾക്കാർ കംപ്ലീറ്റ് ആയി. ഓക്കെ,
ഇന്ന് നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ലാബ് ഉണ്ടോ? ഇന്ന് ആഫ്റ്റർനൂൺ ലാബ് ഉണ്ടോ? നാളെയാണോ ലാബ്? ഇന്ന് ആഫ്റ്റർനൂൺ ലാബ് ഉണ്ടല്ലേ? അപ്പം നമുക്ക് ഇവിടെ നിർത്താം. കാരണം അടുത്തൊരു പ്രോബ്ലം ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ എടുക്കും. സോ നമുക്ക് നിർത്താം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തവർ ഞാനിപ്പോൾ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളും. അതേ ഉള്ളൂ. നമുക്ക്